ഹലോ ഗായ്സ്, വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ ഒരു ബീട്രൂട്ട് കട്ട്ലറ്റാണ് നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. അതിനാവശ്യമുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി അടുപ്പിലേക്ക് ഒരു പാൻ വെച്ച ശേഷം അതിലേക്ക് ആവശ്യത്തിനുള്ള ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഓയിൽ ഒന്ന് ചൂടായി വന്നതിന് ശേഷം നമ്മൾ നേരത്തെ ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, പച്ചമുളക്, കറിവേപ്പില എന്നിവ ചേർത്ത് കൊടുക്കേണ്ടതാണ്. ഇഞ്ചിയും വെളുത്തുള്ളിയും നമുക്ക് പേസ്റ്റ് രൂപത്തിലല്ലാതെയും ചേർത്ത് കൊടുക്കാവുന്നതാണ്. എല്ലാം കൂടി ഒന്ന് നന്നായിട്ട് മിക്സ് ആക്കിയതിന് ശേഷം ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള സവോള ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. സവോള ചെറുതായിട്ട് സ്ലൈസ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ആകുന്നവരെ ഒന്ന് ഇളക്കി കൊടുക്കുക. എല്ലാം നന്നായി മിക്സായി ഒരു ബ്രൗൺ കളറാകുന്നവരെ ഇളക്കിക്കൊണ്ടിരിക്കുക. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി അടുത്തതായി ഇതിലേക്ക് വേണ്ട പൊടികളൊക്കെ ചേർത്ത് കൊടുക്കുക. ആദ്യം തന്നെ നമ്മൾ മുളക് പൊടിയാണ് ചേർക്കുന്നത്. പിന്നീട് ഗരം മസാല, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി എന്നിവ ചേർത്ത് കൊടുക്കാം. കുരുമുളക് പൊടി ഞാൻ ഇത്തിരി അധികം ചേർക്കുന്നുണ്ട്. നമുക്ക് ഫ്ലേവറിനനുസരിച്ച് ചേർത്ത് കൊടുക്കാവുന്നതാണ്. എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് പൊടികളുടെ പച്ചമണം മാറുന്നത് വരെ ഇളക്കി കൊടുക്കുക. എന്നിട്ട് എല്ലാം നന്നായി യോജിച്ചതിന് ശേഷം നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻസായ ബീട്രൂട്ടും ഉരുളക്കിഴങ്ങും ചേർത്ത് കൊടുക്കാവുന്നതാണ്. ബീട്രൂട്ട് ഞാൻ ഗ്രേറ്റ് ചെയ്താണ് എടുത്തത്. ഉരുളക്കിഴങ്ങ് പുഴുങ്ങി ഉടച്ചെടുത്തതാണ്. രണ്ടും കൂടെ നന്നായിട്ട് മിക്സ് ആകുന്ന തരത്തിൽ ഇളക്കി കൊടുക്കണം. അത് നല്ലൊരു പരുവത്തിലാവുന്നത് വരെ നമ്മൾ ഇങ്ങനെ മിക്സ് ആക്കിക്കൊണ്ടിരിക്കണം. ഇപ്പോൾ ഏകദേശം ഒരു പരുവത്തിലായിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. തയ്യാറാക്കി വെച്ചിരുന്ന മിക്സ് ഒന്ന് ചൂടാറിയതിന് ശേഷം അത് നമുക്ക് കട്ട്ലറ്റിൻ്റെ ആകൃതിയിലാക്കി എഗ് മിക്സിലും ബ്രെഡ് ക്രംസിലും ഇട്ട് ഷേപ്പ് ചെയ്തെടുക്കാവുന്നതാണ്. നമുക്ക് കട്ട്ലറ്റ് ഏത് ആകൃതിയിൽ വേണമെങ്കിലും ഷേപ്പ് ചെയ്തെടുക്കാൻ പറ്റും.